ഹേ ഗായ്സ്, ഇന്നത്തേന്ന് പറയുന്നത് ഒരു ചെറിയൊരു ജിം വ്ളോഗാണ്, ഒരു ഷോർട്ട് ജിം വ്ളോഗാണ്. ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിൽ ഞാൻ കുറേ നാളായി ഞാൻ വന്നിട്ട് ഒരു 2020 എൻ്റെ ഒരു 2021 കൂടിയാണ് ഞാൻ ഈ ജിമ്മിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി അങ്ങനെ ഒരു കുറേ നാളായിട്ട് ഒരു 8 മാസമായിട്ട് ഇങ്ങോട്ട് വരുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ കുറേ നാളായിട്ട് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പം ഇന്നിപ്പോൾ ഓർത്തെന്നാൽ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് ഓർത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ജിം വ്ളോഗാണ്. അപ്പോൾ കുറേ സ്റ്റെപ്പ് കയറാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ജിമ്മിൽ കാണാം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ മൾട്ടി പവർ ജിമ്മിലേക്ക് തിരിച്ചെത്തി. നമ്മൾ ഏതൊക്കെ വർക്കൗട്ടാണ് ചെയ്യുന്നത്? നമ്മളിന്ന് ബാക്ക് ബൈസ്. ആ, ഏതൊക്കെ? ലാറ്റ് പുൾ ഡൗൺ, ഒരു റോയിങ് മൂവ്മെൻറ്റ്, പിന്നെ പുള്ളപ്പ്, പിന്നെ ബൈസിന് ഹാമർ. മൊത്തം 5 വർക്കൗട്ടോ? അന്ന് തുടങ്ങിക്കോ. ഫസ്റ്റ് ലാറ്റ് പുൾ ഡൗൺ ആണോ? എത്ര വെയിറ്റ്? 35 ഇൻറ്റു 3 5 more 1 2 3 4 5 6 7. മൊത്തം എത്ര ആണ്? 17 ആണോ? മാറ്റമുണ്ട്. എൻ്റെ അജയ്ക്ക് പറ്റും. അജയ്ക്ക് 20 പറ്റും. ഞാൻ ശ്രമിച്ചോ. അങ്ങനെ ഒരു വിധത്തിൽ ലാറ്റ് പുൾ ഡൗണും പുള്ളപ്സും കംപ്ലീറ്റ് ആക്കി. നെക്സ്റ്റ് ഇനി റോയിങ്ങിലോട്ട് പോവാം. ബാറയിൽ നമ്മൾ അടുത്ത വർക്കൗട്ടിലേക്ക് ഇട്ടോ. വേണ്ട ഇട തന്നെ ഇട്ടോണം. ബെൽറ്റ് നോ ഐഡിയ. ഇട്ടുണ്ടോ? ഇത്രയും ടൈറ്റ് ആക്കിയൊക്കെ ഇടണോ? വേണ്ട കുറച്ച് ലൂസ് ആയിക്കോ. ആ, സ്റ്റാർട്ട്. തുടങ്ങ്. Ready 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 ready 7 8 9 10. അങ്ങനെ നമ്മളൊരു 3 ബാക്ക് വർക്കൗട്ട് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം പോയിട്ടൊരു 2 ബാക്ക് വർക്കൗട്ടും ഉണ്ട്. പിന്നെ ഒരു 3 ബൈസെപ്സ് വർക്കൗട്ടൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ വൈകിട്ടത്തേക്കാൾ ഇച്ചിരിയും കൂടെ എനിക്കൊരു എന്നാ പറയുന്ന ഒരു നല്ല രസമാണ് രാവിലെ വർക്കൗട്ട് ചെയ്യാൻ വന്ന്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ വർക്കൗട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പോയിട്ട് ഹൈപ്പർ എക്സ്റ്റൻഷൻ ചെയ്യണം. ഹൈപ്പർ എക്സ്റ്റൻഷനും ലാസ്റ്റ് ഒരു 25 പുള്ളപ്പും കൂടെ ബാക്കി കിടപ്പുണ്ട്. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. പിന്നെ പോയിട്ട് ബൈസിന് പിന്നെയും കിടക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? നൊരയും പതയും വന്നു. ആ അതെ. അങ്ങനെ ലാസ്റ്റ് സെറ്റ് എത്ര 12-13 ബൈസ് അടിക്കാൻ തോന്നിക്കോ. പഞ്ചായത്തിൽ പോയി പറഞ്ഞാൽ മതി ബൈസ് അടിക്കാൻ. സമയം അടിച്ചിട്ട് വീട്ടിൽ പോയാച്ചാൽ മതി. ആശാം അടച്ചാലും ഒന്നും രക്ഷയില്ല. അടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ പിന്നെ പോയി ബൈസ് അടിക്കണം. പുള്ളപ്പ് സ്കിപ്പ് ചെയ്യാമെന്ന് ഓർത്താ നടക്കുമല്ല, സമയമില്ല.
അങ്ങനെ നമ്മൾ ബാക്ക് വർക്കൗട്ട് കംപ്ലീറ്റ് ആക്കി. ഇനി പോയിട്ട് ബൈസോടെ കിടപ്പുണ്ട്. കംപ്ലീറ്റ് ആക്കിയില്ല, 2 വർക്കൗട്ട് ചെയ്യാൻ. ആ 2 വർക്കൗട്ട് ഉണ്ടായി, സ്കിപ്പ് അടിച്ച്. സമയമില്ല, 11 മണിയായി. 11:30 ജിം അടയ്ക്കണമെന്നാണ് പറഞ്ഞത്. എന്താ കസേരയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് കോൺസെൻട്രേഷൻ. ഒരു 3 വർക്കൗട്ട് കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. ഇപ്പോൾ ഓൾറെഡി സമയം 11 മണി കഴിഞ്ഞ്, 11:30 12 നട്ടുച്ചയാവാറായി. അതുകൊണ്ട് നമ്മൾ കോൺസെൻട്രേഷൻ കേഴ്സിൽ അടിച്ചിട്ട് നിർത്താൻ തീരുമാനിച്ചു. അതെ, യെസ്, എക്സാക്ട്ലി. ഒന്നെങ്കിൽ കളരിക്ക് പുറത്തല്ല ആശാൻ്റെ നെഞ്ചത്തട്ടാണല്ലോ. ഇതിച്ചിരി കൂടുതല. കഴിഞ്ഞ കോമ്പറ്റീഷൻ തന്നെ ഇറങ്ങായിരുന്നല്ലോ. ബോഡി ഉണ്ടെങ്കിൽ ഇറങ്ങിയാൽ അല്ല. അയ്യോ, അതുകൊണ്ടല്ല അജയ് ഇറങ്ങുന്ന വൻപുലികൾ വാഴുന്ന കാട്ടിൽ എങ്ങനെയാ അജയ് വാഴുന്നത്? ഞാൻ ഇറങ്ങാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു. ഇറങ്ങിയേക്കാം. പിന്നെ ഈ കൈ ഞാൻ റെന്റിന് വാങ്ങിച്ച. അന്ന് വേഗടി വിശന്നിട്ട് മനുഷ്യൻ്റെ. ഞാൻ പറഞ്ഞല്ലേ പോകാന്ന്, പൈസ അടിക്കണ്ടെന്ന്. ഗൈസ്, അങ്ങനെ നമ്മുടെ മൾട്ടിപ്പവറിലെ പരിപാടി എല്ലാം തീർന്നതല്ല, നിർത്തിയതാ. തീർത്തു. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങുക.